ുകൊണ്ട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. പക്ഷെ നമുക്കറിയായിരുന്നു, നേരത്തെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായിരുന്ന ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ തവണ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഉമ്മൻചാണ്ടി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ പോലെ തന്നെ ചില ചർച്ചകളിൽ ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നാച്ചുറൽ ചോയ്സ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് പോലും കഴിയാത്ത ഒത്തിരിയേറെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നാച്ചുറൽ ചോയ്സ് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയാണ് ഇക്കുറി മുഖ്യമന്ത്രി ആകേണ്ടത്, അല്ലെങ്കിൽ ആകും എന്ന് തന്നെയാണ് എല്ലാവരും കണക്കുകൂട്ടിയത്. UDF-ന് അന്ന് ഭൂരിപക്ഷം കിട്ടിയില്ല. LDF ഐതിഹാസികമായ വിജയം നേടി, വീണ്ടും തുടർ ഭരണം വന്നു. അതാണ് മാനദണ്ഡമെങ്കിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, VD സതീശൻ ഒരു നാച്ചുറൽ ചോയ്സ് ആകണ്ടേ ഇത്തവണ? ആ രീതിയിൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കൊത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് കരുതാൻ പറ്റുമോ? രേണുക, ഞാൻ പറയുന്നത് ഇപ്പൊ ഇന്നലെ തിരുവല്ല നടന്ന സമ്മേളനം, PJ കുര്യൻ അവിടെ പ്രസംഗിക്കുന്നു. ആ വേദിയിൽ രമേശ് ചെന്നിത്തലയുണ്ട്. മാത്രമല്ല, ആ മേഖല എന്ന് പറയുന്നത് VD സതീശന്റെ തട്ടകമല്ല, രമേശ് ചെന്നിത്തലയുടെ തട്ടകമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് കാലങ്ങളായിട്ട് PJ കുര്യൻ അവിടുത്തെ പൾസ് അറിയാം, ബന്ധം അറിയാം, രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ട് അവിടുത്തെ അണികളെ ഉത്തേജിപ്പിക്കാൻ. പക്ഷെ സത്യത്തിൽ PJ കുര്യൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം ഈ മുതിർന്ന നേതാക്കളാണ് ഈ പാർട്ടിയുടെ സാധ്യതകളെ അനാവശ്യമായ വിവാദങ്ങളിലൂടെ, പ്രകോപനങ്ങളിലൂടെ, ഇല്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കി അതൊരു വിഷയമാക്കി. ഇന്ന് ഇപ്പൊ PJ കുര്യൻ